ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അസാധ്യ രുചിയിലുള്ള ഒരു പിക്കിളാണ്. ബീട്രൂട്ട് കൊണ്ടുള്ള പിക്കിളാണ്. മാസങ്ങളോളം കേടാകാതെ ഇരിക്കുന്ന ഒരു പിക്കിളാണിത്. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഞാനിവിടെ 700 ഗ്രാം ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് നമുക്ക് കഴുകി തുടച്ചെടുത്തിട്ട് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. സ്ക്വയർ പീസസ് ആയിട്ട് കടുമാങ്ങായ്ക്കൊക്കെ അരിയുന്നത് പോലെ അരിഞ്ഞെടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 3 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, കനം കുറച്ച് അരിഞ്ഞത്, ഒരു ചെറിയ പിടി കറിവേപ്പില. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഇതിലെ വെള്ളമയമെല്ലാം നന്നായിട്ട് പോകും. നന്നായിട്ട് വഴറ്റിയെടുത്ത് നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് എണ്ണയോടെ ഇത് മാറ്റി വയ്ക്കാം. ഈ പാനിൽ തന്നെ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരുപാട് ചൂടായി പോകും. അപ്പോൾ നന്നായിട്ടിത് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പോഴാണ് പിക്കിൾ കൂടുതൽ നാൾ കേടാകാതെ ഇരിക്കുന്നത്. ഇനി ഇതിന് വേണ്ട ഒരു പിക്കിൾ പൗഡർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 3 ടേബിൾ സ്പൂൺ 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഉലുവ വറുത്ത് പൊടിച്ചതാണ്, എണ്ണയില്ലാതെ മീഡിയം ഫ്ലെയിമിൽ വറുത്ത് പൊടിച്ചെടുത്ത ഉലുവ, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടിതൊന്ന് ഇളക്കി വയ്ക്കുക. ഇതാണ് നമ്മുടെ പിക്കിൾ പൗഡർ. ഇനി വേറൊരു പാന് നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയിൽ വേണം ഈ പിക്കിൾ തയ്യാറാക്കാൻ. നല്ലെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് പിന്നീട് നമുക്ക് ചേർക്കാനായിട്ടുള്ളതാണ്. നല്ലെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് വേണം ചേർക്കാൻ. ബീട്രൂട്ടിനൊരു ചെറിയ മധുരം ഉള്ളതുകൊണ്ട്. ഇനി അത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു ഇളം ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ നിറം ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പിക്കിൾ പൗഡർ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊരു വഴന്ന് നല്ലൊരു മൂത്ത മണം വരും. അപ്പോഴത്തേക്ക് നമുക്ക് വിനാഗിരി, ഒരു 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളി പേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. വാളൻ പുളിയുടെ. നന്നായിട്ട് വിനാഗിരി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ആ എണ്ണയും കൂടെ കൂട്ടി ചേർത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴത്തേക്ക് ഈ പിക്കിളിൻ്റെ മസാലകളൊക്കെ നന്നായിട്ട് ബീട്രൂട്ടിലൊന്ന് പിടിക്കും. ഇപ്പോഴാണ് നമ്മൾ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പോ അല്ലെങ്കിൽ ഉപ്പുപൊടിയോ നമുക്ക് ചേർത്ത് കൊടുക്കുക. അവസാനമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി വാങ്ങി വയ്ക്കാം. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് പിക്കിളൊന്ന് തണുക്കണം.
നന്നായിട്ട് കഴുകി വെയിലിൽ ഉണക്കിയെടുത്ത ഗ്ലാസ് ഭരണിയിൽ നമുക്കിത് ആക്കി വയ്ക്കാം. അപ്പം കേടാകാതെ ഇരിക്കും. ഇനി നമുക്ക് മുഴുവൻ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നല്ലെണ്ണ അതിന് മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ രുചികരമായ ബീട്രൂട്ട് പിക്കിൾ തയ്യാറായിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.